പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയിൽ ആൾമാറാട്ട ശ്രമമെന്ന് സംശയം. വ്യാജ ഹോൾ ടിക്കറ്റുമായി തിരുവനന്തപുരം സ്വദേശിയായ വിദ്യാർത്ഥി പിടിയിൽ. സുജു ടി ബാബു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സുജു, വിവരങ്ങൾ എങ്ങനെയാണ്? ഭദ്ര, ഇന്ന് പത്തനംതിട്ട തൈക്കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നീറ്റ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥി വ്യാജ ഹോൾ ടിക്കറ്റുമായി എത്തിയെന്ന സംശയമാണ് പോലീസിനുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ഈ വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് എത്തുമ്പോൾ ഒബ്സർവർ തന്നെയാണത് കണ്ടെത്തുന്നത്. ഈ ഹോൾ ടിക്കറ്റിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ രണ്ട് തരത്തിലുള്ള പേരുകൾ ആണ് ശ്രദ്ധയപ്പെടുന്നത്. ഒരു ഭാഗത്ത് ഈ പരീക്ഷയ്ക്കെത്തിയ തിരുവനന്തപുരം പാറശാല സ്വദേശിയായ വിദ്യാർത്ഥിയുടെ തന്നെ പേരുണ്ട്. എന്നാൽ അതിൻ്റെ സെൽഫ് ഡിക്ലറേഷൻ, സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഭാഗത്താണ് തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു വിദ്യാർത്ഥിയുടെ പേര് ശ്രദ്ധയപ്പെടുന്നത്. ഇതിൽ പിശക് കണ്ടെത്തുകയും ആദ്യഘട്ടത്തിൽ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണെന്ന് കരുതി ഈ വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാൻ ഒബ്സർവർ അനുവദിക്കുകയായിരുന്നു. പിന്നീട് ഈ കാര്യം പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതോടൊപ്പം തന്നെ ഒബ്സർവർ ഇക്കാര്യത്തിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതിലൂടെയാണ് പരീക്ഷയുടെ ഇടയിൽ അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞോടെ തന്നെ വിദ്യാർത്ഥിയെ പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ച പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരാണ് വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തത്. പ്രധാനമായി ഇതിലെ സാധാരണ ഇത്തരം ഒരു തിരിമറി കാട്ടുമ്പോൾ ഒരു മോട്ടീവ് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ പോലീസിന് അക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ മനസ്സിലായിരുന്നില്ല. ആ കാര്യങ്ങളാണ് വിശദമായി ഇപ്പോൾ പോലീസും ഈ നീറ്റ് പരീക്ഷ അധികൃതർക്ക് ആദ്യം അത് മനസ്സിലായിരുന്നില്ല. അതെന്താണെന്നുള്ള കാര്യത്തിലാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരാണ് ഈ സെൽഫ് ഡിക്ലറേഷൻ സ്ഥാനത്ത് വിദ്യാർത്ഥിയുടെ പേരും മറ്റ് വിവരങ്ങളാണുള്ളത്. ഈ വിദ്യാർത്ഥി തിരുവനന്തപുരത്ത് മറ്റൊരു സെൻറ്ററിൽ പരീക്ഷ എഴുതുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു ആത്മാറാട്ടം കൊണ്ട് എന്ത് പ്രയോജനമെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അതെല്ലാം തന്നെ പോലീസിൻ്റെ അന്വേഷണത്തിലാണ് കണ്ടെത്തേണ്ടത്. അതല്ല ആദ്യഘട്ടത്തിൽ സംശയിച്ചതുപോലെ തന്നെ ഇത് ഏതെങ്കിലും തരം ക്ലറിക്കൽ മിസ്റ്റേക്കാണോ എന്ന സംശയമുണ്ട് എന്നതും പോലീസ് കണ്ടെത്തേണ്ടതാണ്. അതിനോടൊപ്പം തന്നെയാണ് ഈ കുട്ടി പരീക്ഷ എഴുതേണ്ട മറ്റൊരു സെൻറ്ററിൻ്റെ പേരാണ് സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ ഈ ഗവൺമെൻറ് തൈക്കാട് VHSC സ്കൂളിൽ മാത്രമേ ഇന്ന് നീറ്റ് പരീക്ഷ പത്തനംതിട്ട ഈ നഗരമധ്യത്തിലുള്ള സ്കൂളുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് മറ്റൊരു സ്കൂളിൻ്റെ പേരും കടന്നുകൂടി എന്നുള്ള കാര്യം സംശയമുണ്ട്. അതിനും ഈ വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയുടെ അമ്മയുടെ ഒപ്പമാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയിരുന്നത്. ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇനി വിശദമായ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ഇത് തിരിമറി ഏതോ കാട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസിന് മുതലേ ഈ നീറ്റ് പരീക്ഷ അധികൃതർക്കുമുള്ളത്. ആ കാര്യത്തിൽ അന്വേഷണത്തിൽ കൂടെ മാത്രമേ ഇതിൽ വ്യക്തത വരികയുള്ളൂ. ഭദ്ര. ശരി സുജു.